എൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എൽഡർ സിസ്റ്ററുടെ വീട്ടിലേക്ക്. ഇതാണ് വീട് കാണുന്നത്. ഇപ്പം നല്ല വെള്ളമുണ്ട് വീടല്ല. മേലെടുത്തിന് ഇവിടെ വീട് ഇപ്പോൾ നന്നായിപ്പോലെ. നല്ല വയലും കരയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിരിയാണിയുടെ പരിപാടിയാണ്. ബിരിയാണിയുടെ റൈസൊക്കെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. മസാല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഉള്ളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഉള്ളിയാണ് തക്കാളിയും നമ്മൾ കുക്കറിലിട്ട് ഒറ്റൊരു വിസിലിന് ഒരൽപ്പം വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ നമ്മളൊരു ഉരുളിയിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും അത് വെച്ച് രണ്ടരൻ്റെ അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം അതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഗരം മസാല ഇട്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയാണ് ഇട്ട് ഗരം മസാല ഇടുന്നത്. ഗരം മസാല മല്ലിയിലും വെതറി കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല ചേർത്തിട്ട് ഈ അരിയും ഇതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. നമ്മളെ അരി പറ്റലല്ലോ. ധാരനുണ്ടോ? നമ്മൾ ഉള്ളി വേവിച്ചിട്ടുള്ള ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ മസാലയിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ഫ്രൈ ചെയ്ത് വെച്ച നല്ല പൊരിച്ച ചിക്കൻ ചേർത്ത് നമ്മൾ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കിയത്. ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ പീസസൊക്കെ നിരത്തിയതിന് ശേഷം ചോറ് പോസാക്കാം. ഇപ്പോൾ ചോറൊക്കെ നന്നായി ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിൽ പോസാക്കാം. ഇതിലേക്ക് നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഫ്രൈഡ് ഓനിയനും അതേപോലെ ഫ്രൈഡ് ഓനിയനാണ് മല്ലി ഒന്നിച്ച് കൂടി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിതറി കൊടുക്കാം. പിന്നെ ഗരം മസാല പൊടിയുണ്ട് ഇതിലൂടെ. പിന്നെ മുകളിൽ നമ്മൾ ആദ്യം ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ കനലെടുത്തില്ല. എന്നിട്ട് നമ്മൾ നന്നായി അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കനൽ കോരിയിട്ട് കൊടുക്കാം. പിന്നെ അടിയിൽ നന്നായി കനലുണ്ടായിരിക്കണം. അടിയിൽ ചെറുങ്ങനെ 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. നമ്മുടെ നാടൻ രീതിയിലാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണിത്. അടുപ്പിൽ കനൽ അടിയിൽ ദം വെച്ചിട്ട് നമ്മൾ കനലൊക്കെ കോരിയിട്ടിട്ടുണ്ട്. അതുപോലെ അടിഭാഗത്തുള്ള കനലും കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നന്നായി ദമ്മാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നല്ല വയലിൻ കരയാണ്. നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ പുറത്ത് വരാന്തയിലിരിക്കാൻ നല്ല സുഖമാണ്. വയലിൻ്റെ കാറ്റൊക്കെ അടിച്ച് അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അല്പസമയം ഇതൊക്കെ ഇരുന്നതിന് ശേഷം നമ്മൾ ഉൾവശമൊക്കെ അത് അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ദമ്മിന് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുകളിൽ നന്നായി ആവി വരണം. കണ്ടില്ലേ, ബിരിയാണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നടന്നോ നല്ല ഉണ്ട്. ഇനി ചോറ് നമ്മൾ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ദമ്മ തുറന്നതിന് ശേഷം നമ്മൾ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ് വരുന്നത്. അമേസിങ് ഫ്ലേവർ. അടിപൊളി തലശ്ശേരി ദം ബിരിയാണിക്ക്
ഫ്ലേവർ. ഇപ്പോൾ അരിയൊക്കെ കണ്ടില്ല, ചോറൊക്കെ റൈസൊക്കെ ഒന്നിനോടൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. ബിരിയാണി തുറന്നു നോക്കുന്ന ഓ ബിരിയാണി തുറക്കുമ്പോൾ മസാല മസാലയാണിത്. അങ്ങനെ പോയി വെച്ച് മസാല ആദ്യം കുറച്ച് പൊട്ടക്കൈയാണ്. ആദ്യം കുറച്ച് മസാല നമ്മൾ പ്ലേറ്റിലേക്ക് സേവ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ റൈസ് കൊണ്ട് കവർ ചെയ്യും. പ്ലെയിൻ റൈസ് വെച്ചിട്ട് കവർ ചെയ്യും. സലാഡ് ഇതടാ, അടിപൊളി തലശ്ശേരിയോ. നമ്മൾ ബിരിയാണി ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. സലാഡൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ആണ്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ മുന്നിലത്തെ വയലിലേക്ക് പോയി. നല്ല അടിപൊളി സീനറിയാണ്, നല്ല തണുപ്പാണ് അവിടെ. അപ്പോൾ കുട്ടികളൊക്കെ സൈഡിൽ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചെത്തി. വൈകുന്നേരം നല്ലൊരു മഴ വരുന്നുണ്ടായിരുന്നു.